ഇടത് സൈഡിലുള്ള ഗ്ലാസ്സിൽ കൂടി ഞാൻ നോക്കിയപ്പോൾ കാണാം ഡ്രൈവർ സീറ്റിൽ ഇരുന്നു കൊണ്ട് ഒരാൾ തലയിട്ട് വെട്ടുന്നുണ്ട്. എന്നോട് ആവശ്യപ്പെടുകയാണ് ഇടത് സൈഡ് ഡോറ് തുറക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടു. വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു KSRTC ഡ്രൈവർ അജി. അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞു. അന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ഡ്രൈവർ എവിടെ? ഞങ്ങളത് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ഇന്ന് UAE സർക്കാരിന് കീഴിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ബാലഭാസ്കറിന്റെ മരണം നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. പല സംശയങ്ങളും നമ്മൾ കൊല്ലങ്ങൾക്ക് ശേഷം 6 കൊല്ലത്തിന് ശേഷമാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തെങ്കിലും 6 കൊല്ലത്തിന് ശേഷം ഇപ്പോഴും ആ സംശയം തുടരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോഴും മനസ്സിലാവുന്നത്. പല പല സംശയങ്ങൾ ഉണ്ടാകുന്നു. ഇതിനിടയിലാണ് ആദ്യമായി ബാലഭാസ്കറിൻ്റെ അപകടം സംഭവിച്ച സമയത്ത് ഒരു KSRTC ബസ്സിൻ്റെ ഡ്രൈവർ അന്ന് എല്ലാ മാധ്യമങ്ങൾക്കും ഒരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു. ഞാൻ ചെല്ലുന്നു, ഞാൻ രക്ഷപ്പെടുത്തുന്നു, കാറിൻ്റെ ചില്ലുകളെ തല്ലിപ്പൊട്ടിക്കുന്നു, പിന്നെ ഈ വ്യക്തികളെ ബാലഭാസ്കറിൻ്റെ മകളെ, ബാലഭാസ്കറിനെ, ഭാര്യയെ, ഡ്രൈവർ അർജുനെ എല്ലാവരും ഞാനാണ് ഹോസ്പിറ്റലിലെത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് ഹീറോ പരിവേഷം നടത്തിയായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഒരു KSRTC ഡ്രൈവർ ആയാൽ അങ്ങനെ വേണം എന്നൊക്കെ ഹീറോ പരിവേഷം. അന്ന് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഇതുപോലെ ഈ ബാലഭാസ്കർ ആയിരുന്നു വണ്ടി ഓടിച്ചത്, ഡ്രൈവർ സീറ്റിൽ ബാലഭാസ്കർ ആയിരുന്നു ഇരുന്നത്, അങ്ങനെയാണ് ഈ വണ്ടി ഓടിച്ചത് ബാലഭാസ്കർ ആണ് എന്നുള്ള രീതിയിലേക്ക് വന്നത്. ആ ഡ്രൈവറുടെ മൊഴി ഒരു നിർണായക ഘടകമായിരുന്നു ആദ്യ ഘട്ടത്തിൽ ഈ അന്വേഷണത്തിൽ. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം വരെ ഈ ഡ്രൈവറുടെ മൊഴി. പിന്നെ ഈ ഡ്രൈവറുടെ മൊഴി എവിടെ പോയി? ഈ ഡ്രൈവർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ ഇപ്പം ചർച്ച ചെയ്യേണ്ട സമയമാണ്. എനിക്ക് തോന്നുന്നു അന്ന് ഡ്രൈവർ പറഞ്ഞ മാധ്യമങ്ങൾക്ക് കൊടുത്ത ആ വൈറ്റിലേക്ക് നമുക്കൊന്ന് പോവാം. അത് കേട്ട് കഴിയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇടത് സൈഡിലുള്ള ഗ്ലാസ്സിൽ കൂടി ഞാൻ നോക്കിയപ്പോൾ കാണാം ഡ്രൈവർ സീറ്റിൽ ഇരുന്നു കൊണ്ട് ഒരാൾ തലയിട്ട് വെട്ടുന്നുണ്ട്. എന്നോട് ആവശ്യപ്പെടുകയാണ് ഇടത് സൈഡ് ഡോറ് തുറക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഡോറിൻ്റെ ലോക്കിൽ പിടിച്ചപ്പോൾ ഡോറ് എല്ലാം ലോക്കാണ്. ഞാൻ വീണ്ടും അകത്തോട്ട് ശ്രദ്ധിച്ച് നോക്കിയ സമയത്ത് ഗിയർ ലിവറിൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ചു കുട്ടി കിടപ്പുണ്ട്, ചരിഞ്ഞ് കിടപ്പുണ്ട്. ആ കുട്ടിയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട് ഇടത് സൈഡ് സീറ്റിൽ നോക്കിയപ്പോൾ ഒരു സ്ത്രീ കിടപ്പുണ്ട്. ആ സ്ത്രീ ബെൽറ്റിൽ കുരുങ്ങി ഇങ്ങനെ സീറ്റിലുമല്ല തറയിലുമല്ലാത്ത ഒരു മട്ടിലാണ് കിടപ്പുള്ളത്. ഇട സീറ്റിൽ നോക്കിയപ്പോഴാണ് ഇട സീറ്റിൽ ഒരു വ്യക്തി അവിടെയും കിടപ്പുണ്ട്. ബാക്കിൽ നോക്കിയപ്പോൾ കുറച്ച് ആംപ്ലിഫയറും കുറേ ഫുഡ് ഐറ്റംസും കൊണ്ട് ഇങ്ങനെ ചെതറി അത് കിടപ്പുണ്ട്. ബാക്ക് ഡോറിൻ്റെ ഗ്ലാസ് നോക്കിയപ്പോൾ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അല്ലാതെ ഒരു ഡോറോ ഒരു ഗ്ലാസ്സോ ഒന്നും ഓപ്പൺ അല്ല, എല്ലാം ലോക്കാണ്. എനിക്കറിയാം ഇവർ ഓക്സിജൻ ഇല്ലാതെ കിടപ്പുണ്ട്. ഇതിനകത്ത് എത്രയും പെട്ടെന്ന് ഇവരെ പുറത്തെടുക്കണം. ഞാൻ വീണ്ടും നോക്കിയപ്പോഴാണ് ഒരു മാരുതി 800 അവിടെ കടന്നു വന്നു. ഈ മാരുതി 800 വാഹനത്തിനെ ഞാൻ കൈ കാണിച്ച് നിർത്തിയാണ്. അതിൽ നിന്ന് വീൽ സ്പെൻഡർ വാങ്ങിയാണ് ഞാൻ ആ ഇനോവ കാറിൻ്റെ ഇടത് സൈഡിലുള്ള ഗ്ലാസ്സിന് അടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഈ ഡ്രൈവറെ സംബന്ധിച്ച് ഭയങ്കര ഹീറോ പരിവേഷമാണ്. ഞാൻ എന്നുള്ള ഭാവം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അന്ന് മുതലുള്ളൊരു സംശയമുണ്ട്, ഈ KSRTC ഡ്രൈവർ ആ വണ്ടിയിൽ നിറച്ച ആളുമായിട്ടായിരിക്കില്ല പോകുന്നത്. അപ്പോൾ ഈ അപകടം ഉണ്ടായപ്പം ഇതിലൊരു കണ്ടക്ടറെങ്കിലും കാണണ്ടേ? കണ്ടക്ടറുടെ മൊഴി വന്നിട്ടില്ല, ഡ്രൈവറുടെ മൊഴി മാത്രം വന്നു. ഡ്രൈവർ പറയുന്നു ഞാൻ ഇറങ്ങിച്ചെന്ന് അവസാനം കാറിൽ നിന്ന് കമ്പി പൊടി എടുത്തുകൊണ്ട് വന്ന് തല്ലിപ്പൊട്ടിച്ച് ഞാൻ എല്ലാവരും ആശുപത്രിയിൽ എത്തിച്ചു എന്നൊക്കെയാണ് ഡ്രൈവറുടെ മൊഴി. പക്ഷെ അന്നേരം ആ കണ്ടക്ടർ ഇവിടെ പോയി. അതുപോലെ അതിലെ യാത്രക്കാരുണ്ട്. ഇങ്ങനൊരു വലിയൊരു അപകടം നടക്കുമ്പം ഇതിലെ യാത്രക്കാരൊക്കെ ഇതാരും കണ്ടില്ലേ എന്നൊക്കെ സംശയം ഉന്നയിച്ചായിരുന്നു. പക്ഷേ പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം ഈ KSRTC ഡ്രൈവർ പറഞ്ഞത് ശരിയാണ്. KSRTC ഡ്രൈവറാണ് ഇതിൻ്റെ ഹീറോ, എല്ലാവരെയും രക്ഷിച്ച ഹീറോകൾ എന്ന് പറയും. സത്യം പറഞ്ഞ ഹീറോകളൊക്കെ വേറെ ആയിരുന്നു. അവരെ ആരും കാണാതെ മാറി നിൽക്കുകയായിരുന്നു. ഒരു ആംബുലൻസിൻ്റെ ഡ്രൈവർ, അതുപോലെ പുള്ളിയുടെ ചേട്ടനും കൂടിയാണ് ഈ കുട്ടിയെ, ബാലഭാസ്കറിൻ്റെ കുഞ്ഞിനെയൊക്കെയാണ് ഇവർ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അത് വൈകിയാണ് പലരും മനസ്സിലാക്കിയത്. അപ്പം കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് വരെ ഏറ്റെടുക്കേണ്ടി വന്നു. ഇത് ഈ ഡ്രൈവർ പറയുന്ന മൊഴികളെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിയാൻ. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയ വേണുഗോപാൽ, ബാലഭാസ്കറിൻ്റെ സഹോദരി,
ഒരു വീഡിയോ ചെയ്യുന്നത്, തുടർച്ചയായിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് ഈ ഡ്രൈവർ KSRTC ഡ്രൈവർ അജിയുടെ മൊഴിയെപ്പറ്റി പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു KSRTC ഡ്രൈവർ അജി. അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് അദ്ദേഹം പറപ്പിച്ച് വരുന്നു. ആറ്റിങ്ങിൽ നിന്ന് വരുന്നു. വന്നതിന് ശേഷം അദ്ദേഹം തന്നെ ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം, വേറെ ആരും ഇടപെടാതിരിക്കാനാണോ അറിയില്ല, ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹം ഇറങ്ങുന്നു. അദ്ദേഹം തന്നെ ഓടുന്നു, എല്ലാം കാണുന്നു. കമ്പിപ്പാര എടുക്കുന്നു, കതക് തുറക്കുന്നു, കുഞ്ഞിനെ എടുക്കുന്നു, ലക്ഷ്മിയെ എടുക്കുന്നു, ബാലിച്ചേട്ടനെ എടുക്കുന്നു, അർജുനെ എടുക്കുന്നു. ഇങ്ങനെ എല്ലാം ഒരു വൺ മാൻ ഷോ, ഒരു സൂപ്പർമാൻ സ്റ്റോറി പോലെ അദ്ദേഹം ഒരുപാട് പറഞ്ഞുപോയി. അദ്ദേഹമായിരുന്നു പ്രൈം വിറ്റ്നസ്. കുറേയേറെ കാലം ക്രൈം ബ്രാഞ്ചിനും അങ്ങനെ തന്നെയായിരുന്നു അവസാന ഘട്ടം വരെ. RTIയിലൂടെ KSRTC ബസ്സിൻ്റെ സമയം, അതിൻ്റെ സമയക്രമം, ഷെഡ്യൂൾ ടൈം, ആ സമയത്ത് വന്ന സമയം, തമ്പാനൂർ രജിസ്റ്റർ ചെയ്ത സമയം, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ചില ചോദ്യങ്ങൾ അങ്ങോട്ട് തിരിച്ച് ചോദിച്ചതിന് ശേഷമാണ് ക്രൈം ബ്രാഞ്ചിൻ്റെ പ്രൈം വിറ്റ്നസ്, അതായത് മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ്, 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റിൽ നിന്ന് ഇദ്ദേഹം വളരെ നൈസായിട്ട് ഒഴിവാക്കപ്പെട്ടു. അജിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അദ്ദേഹം കണ്ട കാര്യങ്ങളെല്ലാം വളരെയധികം വിസ്തരിച്ച് മീഡിയയിലൂടെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യവും ആദ്യം വന്നതൊരു പോസ്റ്റായിട്ടാണ്, പോലീസ് വഴിയൊന്നുമല്ല. പക്ഷേ ഇതേ സമയം തന്നെ പോലീസ് ഒന്നും എൻ്റർടൈൻ ചെയ്യാതെ വേറൊരു ദൃക്സാക്ഷി, നന്ദു എന്ന് പറയുന്നൊരു പയ്യൻ, നന്ദുവിൻ്റെ ബ്രദറുമായിട്ട് എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി വർക്കലയിലേക്ക് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി വന്ന് ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ ആദ്യമായി ഇടപെട്ട് നന്ദുവാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. നന്ദു പറയുന്നുണ്ട് കമ്പിപ്പാരയൊന്നും വേണ്ടി വന്നിട്ടില്ല അവിടെ, കാരണം വിൻഡോ ഗ്ലാസ് ഷാറ്റേഡ് ആയിരുന്നു. അപ്പോൾ ഒന്ന് പിടിച്ച് കുലുക്കിയപ്പോൾ തന്നെ ഗ്ലാസ് വീണു. എന്നിട്ടാണ് ഉള്ളിൽ നിന്ന് തന്നെ ഡോറ് തുറന്നത്. അതിനുശേഷമാണ് ബാക്കി ഓരോന്ന് ചെയ്യുന്നത്. നന്ദുവിൻ്റെ ചേട്ടൻ ഈ പ്രണവാണ് കുഞ്ഞിനെ കാണുന്നത്. ഗിയർ ബോക്സിന് സൈഡിലായിട്ട് കുഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് കണ്ടു. കുഞ്ഞിനെ കയ്യിലെടുക്കുന്നതും, കുഞ്ഞിന് ഹൈവേ പോലീസ് അപ്പോഴത്തേക്ക് വരുന്നു. ഹൈവേ പോലീസിൻ്റെ വണ്ടിയിൽ തന്നെ പ്രണവ് കുഞ്ഞിനെ മടിയിലിരുത്തി. കുഞ്ഞിന് അപ്പോഴും ശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് പ്രണവ് പറയുന്നത്. പകുതി വഴിക്ക് കുഞ്ഞിന് അനക്കം ഉണ്ടായിരുന്നില്ല. പ്രണവാണ് പറയുന്നത് നമുക്ക് അനന്തപുരിയിലേക്ക് പോകാം, കാരണം കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പം മെഡിക്കൽ കോളേജിൽ പോയാലുള്ള പ്രശ്നങ്ങളുടെ കണക്കാക്കിയിട്ട് ഹൈവേയിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിന് നമുക്ക് നേരെ അനന്തപുരിയിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നത്. വേറെ ആരും ഇടപെട്ടിട്ടില്ല എന്നാണ് നന്ദുവിൻ്റെയും പ്രണവിൻ്റെയും മൊഴി. KSRTC ഡ്രൈവറുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഏത് KSRTC ഡ്രൈവർക്ക് ഈ മൊഴി കൊടുക്കാനുള്ള, ഒരുപക്ഷെ ഈ പുള്ളി അപകടം നടന്നതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടി കൊണ്ടുവന്ന് കാണും, പുള്ളി ഇറങ്ങി നോക്കി കാണും, അപ്പോഴത്തേനും എല്ലാവരെയും രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് കാണും. പിന്നെ ഈ അപകടമൊക്കെ കണ്ട് ചില കാര്യമുണ്ട്, ഞാനാണ് പിന്നെ ചെയ്തത്, പിന്നെ ഈ പബ്ലിസിറ്റി കിട്ടുക എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ലല്ലോ. അതൊക്കെ കണ്ടുകൊണ്ട് പുള്ളി ഒരു കഥയങ്ങ് ഉണ്ടാക്കി കൃത്യമായിട്ട് പറഞ്ഞു. അടിപൊളി തിരക്കഥയായിരുന്നു കേട്ടോ. കഥ പറയാൻ, സിനിമയിലൊക്കെ കഥ പറയാൻ വേണ്ടി പുള്ളിയെ വിട്ട് കഴിഞ്ഞാൽ വളരെയധികം ശോഭിക്കുമെന്ന് ഇതിപ്പം നമുക്കത് കാണുമ്പോൾ തോന്നും. അന്ന് പുള്ളി വലിയ ഹീറോ ആയിരുന്നു. ബാലഭാസ്കറിൻ്റെയും കുടുംബത്തെയൊക്കെ രക്ഷപ്പെടുത്തിയ ബസ് ഡ്രൈവറായിരുന്നു അല്ലേ. പക്ഷേ ഇപ്പം പുള്ളി വെറും ഹീറോ ആണ്. പുള്ളി എന്തിന് ഈ മൊഴി പറഞ്ഞു? ഒരാവശ്യമില്ലാതെ ഈ തള്ളിന് വേണ്ടി ചില ആൾക്കാർ പറയുമല്ലോ, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, അങ്ങനെയുള്ളൊരു വ്യക്തിയാണോ പുള്ളി? അതോ പുള്ളിയുടെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് സത്യം. അന്ന് വേറെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു പുള്ളിയെപ്പറ്റി. ഈ ഡ്രൈവർ അജി കുറച്ച് കൊല്ലത്തിന് ശേഷം പുള്ളി ഇപ്പോൾ എന്ത് ചെയ്യുന്നു? KSRTCയിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു അജി അന്ന്. പിന്നെ അതിനുശേഷം പുള്ളിക്ക് എന്ത് സംഭവിച്ചു? കേൾക്കാൻ കൗതുകമല്ലേ, കാണാൻ കൗതുകമുണ്ട്. പക്ഷെ അതും കൂടെ കേട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ദുരൂഹത വീണ്ടും കൂടുന്നത്. ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത വീണ്ടും കൂടുന്നു. നമ്മൾ നിശ്ചയമായിട്ടും പിന്നെയും വിചാരിക്കും ഇത് ബാലഭാസ്കറിൻ്റെ മരണം എങ്ങും എത്താതെ മാറിയിരിക്കുകയാണല്ലോ. പക്ഷേ അന്വേഷണ ഏജൻസികൾ ആരും ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാധ്യമപ്രവർത്തകനായ ഒരു വ്യക്തി പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. അന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ഡ്രൈവർ എവിടെ? ഞങ്ങളത് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ഇന്ന് UAE സർക്കാരിന് കീഴിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതായത് അവിടെ ഒരു ഡ്രൈവറായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തത്. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് അവിടെ ജോലി കിട്ടിയത്? ഈ സ്വർണ്ണക്കടത്തിൽ അല്ലെങ്കിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ അതിന് എന്തെങ്കിലും ഒരു പ്രത്യുപകാരമാണോ? അതൊരു
വലിയൊരു ചോദ്യമായി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് പ്രധാന സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന ആളായിരുന്നു ഇദ്ദേഹം. ഈ സരിത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയപ്പെടുന്നില്ല. സ്വാഭാവികമായിട്ട് ഈ പറയുന്ന അജി KSRTC ഡ്രൈവറാണ്. ഇപ്പോൾ ഇവരുമായി ബന്ധമുണ്ട് എങ്കിൽ മലപ്പുറം ടു തിരുവനന്തപുരം ഈ സ്വർണ്ണക്കടത്തിൽ പ്രധാന കേന്ദ്രമെന്നിപ്പോഴും പറഞ്ഞ് സംശയിക്കുന്ന ജനങ്ങളുടെയുള്ള സംസാരമുള്ളത് മലപ്പുറം കേന്ദ്രീകരിച്ച് ഇദ്ദേഹത്തിൻ്റെ അന്നത്തെ താൽക്കാലിക ജോലി ഒരു പക്ഷേ സ്വർണ്ണക്കടത്തിനും മറയായിരുന്നോ എന്നുള്ളതും മലബാസ്കറിൻ്റെ വീട്ടുകാർക്ക് സംശയമുണ്ട്. ഇപ്പം ഇതിൽ നിന്ന് വ്യക്തമായല്ലോ പുള്ളി ഇപ്പം എന്ത് ചെയ്യുന്നു. UAE എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകിച്ച് അറിയാം. സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് വന്നിരിക്കുന്ന പല ആരോപണങ്ങളുടെ ഉറവിടം അല്ലെങ്കിൽ ആരോപണങ്ങളെല്ലാം തന്നെ UAE നിന്നൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഉത്ഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അപ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ് പുള്ളി എന്നറിയുമ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും അല്ലേ. പിന്നെ അല്ലെങ്കിൽ എന്തുകൊണ്ട് പുള്ളി ഈ മൊഴിയുമായിട്ട് വന്നു എന്നൊക്കെ സംശയിക്കാം. ഇതാണ് പറയുന്നത്, ഓരോ ദിവസം കഴിയുന്തോറും അന്ന് നമ്മൾ കാണാത്ത പലതും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പം ബാലഭാസ്കർ എന്ന് പറയുന്ന വ്യക്തിക്ക് നീതി കിട്ടണം. പുള്ളിയുടെ മരണം കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം. എന്താണെന്ന് അന്വേഷണ ഏജൻസികൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവരെങ്ങും തൊടാതെയുള്ളൊരു അന്വേഷണമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡ്രൈവർ എവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടു, എന്തിനിങ്ങനെയൊക്കെ പറഞ്ഞു, ആദ്യഘട്ടങ്ങളിൽ അന്വേഷണം വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ അന്വേഷിക്കേണ്ട അത്യാവശ്യം. ഇത് തന്നെയാണ് കോടതി ചോദിക്കുന്നത്. ഉത്തരം കിട്ടാതെ അന്വേഷണ ഏജൻസിമാർ ഇരുട്ടിത്തപ്പിയാണ്. വീണ്ടും അന്വേഷണങ്ങൾ വീണ്ടും അടുത്ത CBI അന്വേഷണം അല്ലെങ്കിൽ പുനരന്വേഷണം ഇതിനെപ്പറ്റി ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഇപ്പം ബാലഭാസ്കറിന് നീതി കിട്ടണം. ഇതിനുവേണ്ടി നമ്മൾ തുടർച്ചയായി ഇനിയും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും, ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ അറിയുന്നതിനും വരെ. അപ്പം പുതിയ വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.